ശബരിമലയിലെ വാജി വാഹനം തന്ത്രിക്ക് കൈമാറിയത് പാരമ്പര്യ വിധിപ്രകാരമെന്ന് അഭിഭാഷക കമ്മീഷണറുടെ റിപ്പോർട്ട് 2017 കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് പരാമർശം. അഭിഭാഷക കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് കൈമാറിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അഹമ്മദ് മുസ്തഫയാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. മുസ്തഫ, 2012 ദേവസ്വം കമ്മീഷണറുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു. ഈ ഉത്തരവിന്റെ കാര്യം ആരും അറിഞ്ഞില്ലെന്നാണോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നിലവിലുള്ള കൊടിമരം മാറ്റി പുതിയത് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തന്നെ നിയോഗിച്ച അഭിഭാഷക കമ്മീഷണറുടെ ഒരു റിപ്പോർട്ട്, അത് വിവിധ ഘട്ടങ്ങളിലുള്ള 6-7 റിപ്പോർട്ടുകൾ കോടതിക്ക് അതിന്റെ മേൽനോട്ടവുമായി ബന്ധപ്പെട്ട് അഭിഭാഷക കമ്മീഷണർ അവിടെ നടന്നത് എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രൊസീജിയറാണ് പാലിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ കോടതിയിൽ അഭിഭാഷക കമ്മീഷണർ റിപ്പോർട്ടായി നൽകിയിരുന്നു. അതിൽ 5ാമത്തെ റിപ്പോർട്ടിലാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഈ വാജി വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെ തരത്തിലാണ് അതിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചതെന്ന് വളരെ വിശദമായി തന്നെ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇത് ഉയർന്നു വരാനുള്ള സാഹചര്യം, ഇത് 2017 ഹൈക്കോടതിയിൽ നൽകിയ ഉത്തരവാണ്. ഈ ഘട്ടത്തിൽ ഇത് പുറത്തു വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം തന്ത്രിയുടെ വീട്ടിൽ SIT റെയ്ഡ് നടത്തുകയും ആ റെയ്ഡിൽ ഈ വാജി വാഹനം പിടിച്ചെടുക്കുകയും തൊണ്ടി മുതലായി കോടതിയിൽ ഹാജരാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളായ ആളുകൾ ഉൾപ്പെടെ പറയുന്നത്. മാത്രമല്ല, നടപടിക്രമങ്ങൾ പാലിച്ച് ദേവഹിതം അനുസരിച്ച് അയ്യപ്പന്റെ അനുജ്ഞ വാങ്ങി അത് നടപടിക്രമ പ്രകാരം ഈ അഭിഭാഷക കമ്മീഷണർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഔദ്യോഗിക ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ഒരു വേദിയിൽ നടപടിക്രമങ്ങൾ പാലിച്ച് കൈമാറിയതാണ് എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. അതിൽ വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നിലവിലുള്ള കൊടിമരം നീക്കം ചെയ്യുന്നതിന് 2017 ഫെബ്രുവരി 17 അയ്യപ്പസ്വാമിയിൽ നിന്ന് അനുജ്ഞ വാങ്ങിയിരുന്നു. ആ ആചാരപ്രകാരവും നിലവിലുള്ള രീതി അനുസരിച്ചും കൊടിമരത്തിലെ ഈ വാജി വാഹനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്ത്രിക്ക് കൈമാറി. ബോർഡ് അംഗങ്ങൾ, ബോർഡ് ഉദ്യോഗസ്ഥർ, അഡ്വക്കേറ്റ് കമ്മീഷണർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ചടങ്ങുകൾ നടന്നത്. ഈ വാജി വാഹനത്തിൽ നിന്ന് വ്യത്യസ്തമായി കൊടിമരത്തിന്റെ സ്വർണം പൂശിയ മറ്റു ഭാഗങ്ങൾ അളന്നു തൂക്കി സന്നിധാനത്ത് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും കോടതി നിയോഗിച്ച ഈ അഡ്വക്കേറ്റ് കമ്മീഷണർ തന്നെ ഈ വിവരങ്ങൾ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് തന്ത്രി നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, അഹമ്മദ് മുസ്തഫയാണ് വിവരങ്ങൾ നൽകിയത്.